ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 13-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. സങ്കീർത്തകനായ ദാവീദിന്റെ ജീവിതത്തിലെ ഉറച്ച തീരുമാനമായിരുന്നു. ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് കൃപയുള്ള ജീവിതം. കർത്താവ് ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതം അനുവദിച്ചിരിക്കുന്നത് ദൈവസ്തുതിയുടെയും കൃതജ്ഞതയുടെയും ദൈവാരാധനയുടെയും ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാനാണ്. സങ്കീർത്തകനായ ദാവീദിനെ പോലെ നമുക്കും ദിനംതോറും ഏറ്റുപറയാൻ കഴിയണം. കർത്താവ് തന്ന നന്മകളെ ഓർത്ത്, നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത്, കർത്താവിൻ്റെ സ്നേഹത്തെയും മാറ്റമില്ലാത്ത കാരുണ്യത്തെയും ഓർത്ത് അവിടുത്തെ പാടി സ്തുതിക്കുമെന്നുള്ള വലിയ തീരുമാനം നമുക്കെല്ലാം ഉണ്ടാകട്ടെ. ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന കൃപ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. നമ്മെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും, നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന നിരവധിയായ വേദനകൾ, ദുരിതങ്ങൾ, സംശയങ്ങൾ, അസ്വസ്ഥതകൾ, ആശങ്കകൾ എന്തുമാവട്ടെ, നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, കൂടെ സർവശക്തനായ നമ്മുടെ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ഈ വലിയ തിരിച്ചറിവോടെ നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളെയും നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒന്ന് വലത് കരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം വലത് കരം ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവെ നിയന്ത്രിക്കണമേ. ദൈവത്തിന്റെ റൂഹായേ വചനമയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ആയിരങ്ങളിൽ, അവിടുത്തെ 10,000ങ്ങളിൽ ആഗതനാകണമേ. പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിന് അഭിഷേകം നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ എല്ലാം മറന്ന് നമ്മൾ പാടി പാടി ആരാധിക്കുകയാണ്. സങ്കീർത്തന വചനം മറക്കരുത്. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. നമ്മുടെ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ വിശ്വസ്തനാണ്, അവിടുത്തെ ദയാലുവാണ്, കാരുണ്യവാനാണ്. കർത്താവിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ എല്ലാം മറന്ന് പാടി പാടി ആരാധിക്കുകയാണ്. ആമേൻ, ആമേൻ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഒന്ന് ആ ബോധ്യത്തോടെ അങ്ങേറ്റു പറഞ്ഞേ. നമ്മുടെ ആനന്ദം കർത്താവ് ഈശോയാണ്. അവിടുത്തെ മാറ്റമില്ലാത്ത വചനമാണ്. ഓ, അത് ദൈവത്തിന്റെ റൂഹായാണ്. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് പാടുകേ. നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്ന സമയം. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. കർത്താവിന്റെ വചനം വളരെ പവർഫുൾ ആണ്.
വളരെ പവർഫുൾ ആണ്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. ആമേൻ, ആമേൻ. ഓ, പകരപ്പെടുന്ന അഭിഷേകം ഏറ്റെടുത്ത് കരങ്ങൾ ശക്തിയോട് ഉയർത്തിയടിച്ച് പാടിയിടും ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഓ, പാടിയിടും ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടി അഭിഷേകം ഇറങ്ങട്ടെ. എത്തുകൾ പൊട്ടട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ. പരിശുദ്ധാത്മാവേ ഓരോ ജീവിതത്തെയും തൊടുക, തൊടുക. ഹോളി സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ പാടിയിടും ഞാൻ ഹല്ലേലൂയ. ഇരക്കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോട് ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, വരിക, 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 വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, മുഖങ്ങൾ ഒടിക്കണമേ, ഓരോ ഹൃദയത്തെയും തുറക്കണമേ. വചനത്തിനായി, ദൈവ സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾക്കായി ഭവനങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ, കുടുംബങ്ങളെ, കൂട്ടായ്മകളെ പരിശുദ്ധാത്മാവേ ഒരുക്കണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പവർ, പവർ, പവർ. ദൈവശക്തി അടിക്കട്ടെ. ഓരോ വ്യക്തിയിലും അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. വചനത്തിന്റെ പവർ വ്യാപരിക്കട്ടെ, വചനത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമ്മൾ കുടുംബമായി പ്രാർത്ഥനാപൂർവമായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. സുവിശേഷത്തിൻ്റെ ശക്തി എന്താണ്? സുവിശേഷത്തിൻ്റെ ശക്തി നമ്മൾ നിരന്തരം വായിക്കുന്ന, ധ്യാനിക്കുന്ന, പ്രഘോഷിക്കുന്ന, ജീവിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ പവർ എന്തുമാത്രം വലുതാണ്, അനന്തമാണ്. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. കാരണം സുവിശേഷം എന്ന് പറയുന്നത് ഒരു കഥയോ ഒരു അനുഭവമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശുവാണ് സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്നത്. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, മാനസാന്തരങ്ങൾ, ആഴമേറിയ അനുതാപങ്ങൾ, സമാധാനം, ഓരോ ആത്മാവിനാവശ്യമായ നിത്യജീവൻ്റെ പ്രകടമായ അനുഭവങ്ങൾ നൽകി ദൈവത്തിൻ്റെ റൂഹ തിരുവചന പ്രഘോഷണങ്ങളെ സ്ഥിരീകരിക്കുന്നത് സുവിശേഷം കർത്താവായ യേശുവാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്താണ് സുവിശേഷത്തിൻ്റെ ശക്തി? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 16-ാം തിരുവചനം. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലക്ഷിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ വചനത്തിലൂടെ
കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ വചനത്തിൽ അഭിമാനിക്കുകയാണ്. തൻ്റെ ചങ്കാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. തൻ്റെ ജീവിതമാണ് ഈ സുവിശേഷം. പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഐ ആം നോട്ട് അഷെയിംഡ്. എനിക്ക് ലജ്ജയില്ല, എനിക്ക് നാണമില്ല, എനിക്ക് അഭിമാനമാണ് എൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തിൽ. കാരണം ആരെല്ലാം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ, അത് യഹൂദരാകട്ടെ, ഗ്രീക്കുകാരാകട്ടെ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് അമേരിക്കക്കാരോ യൂറോപ്പുകാരോ ആഫ്രിക്കൻസോ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലുള്ളവരോ ഏഷ്യക്കാരോ മലയാളികളായ നമ്മളോ, അവിടെ ഭാഷയോ ഗോത്രമോ രാജ്യമോ ജനതയോ ഒന്നും വിഷയമല്ല. ആരെല്ലാം ആത്മാർത്ഥമായി കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ പൂർണ്ണമായും രക്ഷിക്കുവാനുള്ള ശക്തി ഈ സുവിശേഷത്തിനുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്ന ഏതൊരുവിനെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്, പവർ ഓഫ് ഗോഡാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്തുമാകട്ടെ, എത്രമാത്രം കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാകട്ടെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും മാനസികമായും ശാരീരികമായും തകർന്ന് വേദനിച്ച് നൊമ്പരപ്പെടുന്ന അനേകരെ ഇതിനകത്ത് കർത്താവ് കാണുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്തുമാവട്ടെ, സാമ്പത്തികമായി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന മക്കൾ, ആരോഗ്യം നഷ്ടപ്പെട്ട് ദുരിതത്തിലായിരിക്കുന്നവരെ, വഴിവിട്ട് ജീവിതത്തെക്കുറിച്ച് മക്കളെ ഓർത്ത് ആകുലപ്പെടുന്ന നീറിക്കഴിയുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ, കുടുംബത്തിൽ സംഭവിക്കുന്ന പലവിധ ദുരിതങ്ങളും മൂലം നട്ടം തിരിയുന്ന ആയിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാവിലൊരു കാര്യം പറയട്ടെ. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, കർത്താവിൻ്റെ വചനത്തിന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിമോചിപ്പിക്കുവാൻ, നമ്മെ സുഖപ്പെടുത്തുവാനുള്ള അത്ഭുത ശക്തിയുണ്ടെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം സുവിശേഷം പവർ ഓഫ് ഗോഡാണ്. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതിനാൽ ഈ വചനങ്ങളിൽ ചങ്കുറപ്പിക്കുവാനുള്ള തീരുമാനമാണ് നമുക്ക് ആവശ്യം. കർത്താവിൻ്റെ വചനങ്ങളിൽ വേരുറപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ എൻ്റെ സഹോദരി, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, എനിക്ക് നിനക്ക് സാധ്യമാണോ? ഈ വചനം നിന്നെ രക്ഷിക്കുമെന്ന് അപ്പോസ്തലൻ ആരാ പറയുന്നത്? സഭകണ്ഡത്തിൽ വെച്ച് ഏറ്റവും ശക്തനായ മിഷണറി, ജീവിതം കൊണ്ടും പ്രഘോഷണം കൊണ്ടും ക്രിസ്തുവിനെ അനുഗ്രഹിച്ച യഥാർത്ഥ അപ്പോസ്തലനായ പൗലോസിൻ്റെ സാക്ഷ്യമാണിത്. അത് രക്ഷയിലേക്ക് നയിക്കും. അപ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവൻ ഏത് ഗോത്രത്തിലോ ഏത് ഭാഷയിലോ ഏത് ജനതയിലോ ഏത് രാജ്യത്തോ ഏത് ഭൂഖണ്ഡത്തിലുള്ളവനാവട്ടെ, അതൊന്നും സുവിശേഷത്തിന് വിഷയമല്ല. വിശ്വസിക്കുന്നുണ്ടോ, ആ വ്യക്തി ആര് തന്നെയാണെങ്കിലും ആ വ്യക്തിയെ പൂർണ്ണമായി രക്ഷിക്കുവാൻ വചനത്തിന് കഴിവുണ്ട്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ സഭയ്ക്ക് നൽകിയ വലിയൊരു മുന്നേറ്റമാണ് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം. എന്തുമാത്രം ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടു. ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ഈ സുവിശേഷ രക്ഷയിലേക്ക് നയിച്ചില്ലേ? എത്രയോ ദേശങ്ങൾ രൂപാന്തരപ്പെട്ടു. തകർന്നുപോയ എത്രയോ കുടുംബങ്ങൾ പുനഃസ്ഥാപിതമായി. എത്രയോ രാജ്യങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വന്നു. ഇതെല്ലാം സുവിശേഷത്തിൻ്റെ പവറാണ്. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും പറയുന്നത്, റോമക്കാർക്ക് ഇത് ലേഖനം 9:6 പറയാണ്, ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടുന്നില്ല, സുവിശേഷത്തിന് പരാജയമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സുവിശേഷത്തിൻ്റെ ശക്തിയിൽ പ്രധാനപ്പെട്ടത് എന്താണ്? ഒന്നാമത്തെ കാര്യം, സുവിശേഷം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു വ്യക്തിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വിത്ത് പാകപ്പെട്ടാൽ, സുവിശേഷത്തിൻ്റെ സ്പാർക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കത്തിയാൽ, പിന്നെ എനിക്ക് ഒരിക്കലും പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല.
എനിക്ക് പഴയതുപോലെ കള്ളം പറയാൻ, പഴയതുപോലെ ചതിപ്രയോഗങ്ങൾ നടത്താൻ, പഴയതുപോലെ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ സാധിക്കുകയില്ല. സുവിശേഷം എന്നെയും നിന്നെയും രൂപാന്തരപ്പെടുത്തുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് വെറുമൊരു കെട്ടുകഥയോ കടുങ്കഥയോ അല്ല, ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 18, 19, 20 വചനങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് എഫെസസിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുകയാണ്. അതിശക്തിയോടെ പരിശുദ്ധാത്മ എഫെസസ് പട്ടണത്തിന് മേൽ ആഞ്ഞടിച്ചു. കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ പട്ടണത്തിലേക്ക് ദൈവത്തിൻ്റെ റൂഹ ഇറങ്ങി വന്നു. ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടു. വചനം വെളിപ്പെടുത്തുന്നു, ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന ആഭിചാര പ്രവർത്തനങ്ങൾ, മന്ത്രവാദികൾ, കൂടോത്രക്കാരെ, ഇങ്ങനെ ആഭിചാര പ്രവർത്തികൾ മൂലം ജീവിച്ചിരുന്ന അനേകം വ്യക്തികൾ കടന്നു വരികയാണ്. തങ്ങളുടെ പാപ ജീവിതം ഏറ്റുപറയുകയാണ്. അവർ അനുതാപ ഹൃദയത്തോടെ കേട്ട സുവിശേഷം അവർ രൂപാന്തരപ്പെടുത്തി. വചനത്തിൻ്റെ തീ അവരിൽ വന്നപ്പോൾ ഹോളി സ്പിരിറ്റ് അവരെ രൂപാന്തരപ്പെടുത്തുകയാണ്, ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ആഴമേറിയ അനുതാപമുണ്ടായി. അവരെ ഹൃദയം നുറുകി കരയാൻ തുടങ്ങി, മാനസാന്തരപ്പെട്ടു. തങ്ങളുടെ ക്ഷുദ്രപ്രയോഗങ്ങളെല്ലാം അവർ അവസാനിപ്പിച്ചു. അവർ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ആ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം അവർ പരസ്യമായി ജനം മുഴുവൻ കാണുക കത്തിച്ചു കളഞ്ഞു. അവർ പരസ്യമായി കർത്താവായ യേശുവിനെ ഏക രക്ഷകനും ഏക കർത്താവുമായി സ്വീകരിച്ചു. 20-ാം വചനം പറയാം, അങ്ങനെ എഫെസസ് പട്ടണത്തിൽ കർത്താവിൻ്റെ വചനം വിപുലമായി വെളിപ്പെട്ടു. അതിലൂടെ അനേകം വാതിലുകൾ വചനത്തിനായി തുറക്കപ്പെടുകയാണ്. ഒത്തിരി മാനസാന്തരങ്ങളുണ്ടായി. കഠിന ഹൃദയങ്ങളെല്ലാം തുറന്ന് അവരെല്ലാം കർത്താവായ യേശുവുമായിട്ടുള്ളൊരു എൻകൗണ്ടറിലേക്ക് കർത്താവിനെ കണ്ടുമുട്ടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ശക്തിയുടെ പ്രകടനം ഇതാണ്. നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഏത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പോസ്തല പ്രവർത്തനം 16-ന്റെ 14, 15 വചനങ്ങൾ. ഫിലിപ്പി പട്ടണത്തിൽ പോയി പൗലോസ് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അവിടെ നല്ല ഒരു പട്ടുവിൽപ്പനക്കാരി, ബുദ്ധിമതിയായ, സാമ്പത്തിക പ്രാപ്തിയുള്ള ഒരു സ്ത്രീ, അവളുടെ പേര് ലിദിയ എന്നാണ്. അവൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി. അവളുടെ ജീവിതത്തെ പരിശുദ്ധാത്മ രൂപാന്തരപ്പെടുത്തി. ഇതാണ് വചനത്തിൻ്റെ പവർ, ഇതാ സുവിശേഷത്തിൻ്റെ പവർ. ഇതാണ് യഥാർത്ഥത്തിൽ എന്നും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് ഈ മാനസാന്തരമാണ് സഹോദരങ്ങളെ. 15-ാം വചനം പറയാണ്, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ, പൗലോസ് പറഞ്ഞ വചനങ്ങൾ കേൾക്കുവാൻ ലിദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു. അവൾ കുടുംബസമേതം മാമോദി സ്വീകരിച്ചു, യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തെ അവൾ കർത്താവിനായി ഡെഡിക്കേറ്റ് ചെയ്തു. അവൾ മാത്രമല്ല, അവളുടെ കുടുംബം മുഴുവൻ യേശുവിൻ്റെ രക്ഷയിലേക്ക് വന്നു. വലിയ രൂപാന്തരീകരണം ഉണ്ടാവുകയാണ്. ഇന്നും ഇതുപോലെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷം ഒരു കഥയല്ല. സുവിശേഷം ഒരു സാങ്കല്പികമായ ചില ചിന്തകളല്ല. സുവിശേഷം ഇന്നും ജീവിക്കുന്നു. അത് യേശു ക്രിസ്തുവാണ്. അവൻ ഇന്നും നിന്നെ രൂപാന്തരപ്പെടുത്തുന്നു, എന്നെയും നിരന്തരം നവീകരിക്കുന്നു. രണ്ടാമത്, സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് സുവിശേഷം പ്രത്യാശ തരികയാണ്. ഇന്ന് ഈ ലോകത്തിൽ ഓരോ ദിവസവും പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പലരും ദുഃഖിതരാണ്, നിരാശിതരാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ അനേകരിൽ പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ പലരും ഡിപ്രസ്ഡ് ആകുന്നു, വിഷാദ രോഗികളാകുന്നു, വിഷാദത്തിൽ ജീവിക്കുന്നു. നെഗറ്റീവ് അപ്രോച്ച്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒന്നിനോടും ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആരെയും പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഒരു സംശയം, ചഞ്ചലിപ്പ്, ഇങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, പ്രത്യാശയില്ല. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. സുവിശേഷം നമുക്ക് പ്രത്യാശ തരികയാണ്. എന്നെ ഒരു അനുഭവമാണിത്. ഇത് നമ്മൾ അനുഭവിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. പൗലോസിലെ കൊളോസ്യർക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. നിങ്ങൾ ശ്രമിച്ച
ക്രിസ്തുവിൻ്റെ സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കരുത്. സുവിശേഷം നൽകുന്ന പ്രത്യാശ, ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, ഈ വചനം എനിക്കും നിങ്ങൾക്കും തരുന്ന പ്രത്യാശ എന്താണ്? ഈ ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയല്ല എൻ്റെ സഹോദരങ്ങളെ, അത് നിത്യതയെക്കുറിച്ചാണ്. അത് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന, തന്നെ സ്നേഹിക്കുന്നവർക്കായി കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിക്കാത്തതുമായ എത്രയോ വലിയ ആത്മീയ നന്മ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ഈ പ്രത്യാശയാണ് സുവിശേഷം തരുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു, കോവിഡ് അല്ല, ഇതിനേക്കാൾ 10 ഇരട്ടി വ്യാപന ശേഷിയുള്ള എന്ത് വൈറസ് വന്നാലും പ്രതികൂലം വന്നാലും എന്തൊക്കെ കൊടിയ ദുരന്തങ്ങൾ എന്തൊക്കെ വന്നാലും അതിനെ അതിജീവിച്ച് അതിനുമേൽ ചവിട്ടി നടന്ന് കൃപയോടെ ആ തകർച്ചയുടെയും ദുരിതത്തിന് നടുവിലും വിശ്വാസം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള പ്രത്യാശയാണ് എൻ്റെ സഹോദരങ്ങളെ സുവിശേഷം എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുന്നത്. എത്ര കൃത്യമാണ് സുവിശേഷം നൽകുന്ന പ്രത്യാശ. അത് ഇറ്റേണൽ ലൈഫ്, നിത്യതയെക്കുറിച്ചാണ്. പൗലോസ് പഠനത്തിലെ കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 5:1 മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെടാത്ത, കർത്താവിൻ്റെ കരങ്ങളാൽ നിർമ്മിതമായ, ശാശ്വതമായ, നിത്യം നിലനിൽക്കുന്ന ശാശ്വതമായൊരു ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തൊരു ഉറപ്പാണ്, എന്നൊരു പ്രത്യാശയാണ് എൻ്റെ സഹോദരങ്ങളെ. ഈ പ്രത്യാശയാണ് സുവിശേഷം നമുക്ക് തരുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ദുരിതമാവട്ടെ, സങ്കടമാവട്ടെ, ക്ലേശമാവട്ടെ, വേദനയാവട്ടെ, എന്തുമാവട്ടെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നഷ്ടപ്പെടാത്ത ഒന്ന് നമുക്കുണ്ട്. അതെന്താണ്? നിത്യജീവനാണ്. ഈ നിത്യജീവൻ്റെ പ്രത്യാശ നമുക്ക് ലഭിച്ചാൽ പിന്നെ ഈ ലോകത്തിലൊന്നും നമുക്ക് വിഷയമല്ല. നഷ്ടമാവട്ടെ, ദുരിതമാവട്ടെ, രോഗമാവട്ടെ, ക്ലേശമാവട്ടെ, അതിന് നടുവിലും ഹല്ലേലൂയ പാടുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിന് വിശ്വാസത്തെ ശരണപ്പെട്ട് ജീവിക്കുവാനുള്ള പവർ, അതിന് വേണ്ട ആ ഒരു ആത്മശക്തി ഈ സുവിശേഷം നമുക്ക് പ്രദാനം ചെയ്യും. മൂന്നാമത്, സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ആനന്ദമാണ്. ജോയാണ്. അപ്പോസ്തല പ്രവൃത്തി 16:31 ആ കാരാഗ്രഹ പ്രമാണി പൗലോസിനെ ശീലാസിനെ കാൽക്കൽ വീണ് വിളിച്ചു പറഞ്ഞ്, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിച്ച്. സുവിശേഷം പറയാണ്. അവൻ സുവിശേഷം കേട്ടു. നീ വിശ്വസിക്കുക, ബിലീവ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, മറ്റൊന്നിലുമല്ല, നീ യേശുവിൽ വിശ്വസിക്കുക. സഹോദര, നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനമാണിത്. ആ വചനം അവന് ചങ്കിലേക്ക് കയറി, ആ വചനം അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ വചനം അവനെ രൂപാന്തരപ്പെടുത്തി. അതിന് ആദ്യം പറഞ്ഞത് സുവിശേഷം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ആ വചനം അവന് പ്രത്യാശ കൊടുത്തു. അവന് മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിൽ അംഗമായി കുടുംബസമേതം യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു. ഏക കർത്താവായി ഏറ്റുപറഞ്ഞു. 34 അതിനെന്താ പറയുന്നത്? ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും അത്യന്തം ആനന്ദിക്കുകയാണ്. അപ്പോൾ സുവിശേഷം നമുക്ക് തരുന്നൊരു ആനന്ദമുണ്ട് സഹോദരങ്ങളെ. അത് ലോകം തരുന്ന ആനന്ദമല്ല. അത് സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ മദ്യം കഴിക്കുമ്പോൾ, കഞ്ചാവ് അടിക്കുമ്പോൾ, മയക്കുമരുന്ന് അടിക്കുമ്പോൾ, ഇന്ന് അങ്ങനെ ഒരു അവസ്ഥ. എത്ര കുഞ്ഞുങ്ങൾ കഞ്ചാവിലും മയക്കുമരുന്ന് അടിമകൾ, പെൺകുട്ടികൾ വരെ ഇന്ന് മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ. ഇത് പറയാനുള്ള ഒത്തിരി പേരൻസ് ചങ്ക് പൊട്ടി വിളിക്കുക, പ്ലീസ് പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, വല്ലാത്ത ദുഷിച്ചു പോയൊരു തലമുറ. എന്തിനു വേണ്ടിയ? ഒരു സുഖം, ഒരു സന്തോഷത്തിന് വേണ്ടിയ. എന്നാൽ അത് നിത്യനാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്താ വചനം പറയുന്നത്? ഒരു വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, സുവിശേഷത്തിൽ ഹൃദയമുറപ്പിക്കുമ്പോൾ, സുവിശേഷം അനുസരിച്ച് ജീവിക്കുമ്പോൾ, സുവിശേഷത്തിൽ ദിനംതോറും പവർ സ്വീകരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ആനന്ദിക്കുവാൻ, റിജോയ്സ്, ജോയ് ആനന്ദിക്കാൻ കഴിയുകയാണ്. ചുമ്മാ വിളിച്ചു പറയല്ല. അപ്പോസ്തല പ്രവർത്തനം 5:41 ശിഷ്യന്മാർ കർത്താവിനെ സ്നേഹിച്ചൊരു കൂട്ടം എന്താ അവിടെ സംഭവിച്ചത്? യേശുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ ആനന്ദിച്ചുകൊണ്ട് അവർ
സംഘത്തിന് മുമ്പിൽ നിന്ന് പുറത്തുപോയി. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും അത്ഭുതവും അടയാളവും ഡെലിവറൻസും മാത്രമല്ല സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ സഹിക്കുന്നൊരാനന്ദം. അവരെന്താ പറഞ്ഞത്? യേശുവിൻ്റെ നാമത്തെ പ്രതി ഈ അപമാനങ്ങൾ സഹിക്കാൻ കഴിഞ്ഞല്ലോ, അതിനെ പ്രതി അവരങ്ങ് ആനന്ദിക്കുക. കൊണ്ടോ റാങ്ക് കിട്ടിയത് കൊണ്ടോ, ഭൗതികമായ നന്മ കിട്ടിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് വലിയ ഉയർച്ച കിട്ടിയത് കൊണ്ടല്ല അവർ സന്തോഷിച്ചത്. യേശുവിൻ്റെ നാമത്തെ പ്രതി അടി കിട്ടി, യേശുവിൻ്റെ നാമത്തെ പ്രതി ഇടി കിട്ടി, യേശുവിൻ്റെ നാമത്തെ പ്രതി ഒരുപാട് ദേഹോപദ്രവമുണ്ടായി, മാനസിക പീഡനമുണ്ടായി. ഇതിനെ പ്രതി ഇങ്ങനെ സഹിക്കാൻ പറ്റിയല്ലോ, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പ്രതി എനിക്ക് ഈ അടി കിട്ടിയല്ലോ, ഈ ഇടി കിട്ടിയല്ലോ, ഈ അതിശയം കിട്ടിയല്ലോ, ഇതിനെ പ്രതി അവർ അങ്ങ് ആനന്ദിക്കുക. അതാണ് സുവിശേഷത്തിൻ്റെ പവർ. ഇതാണ് ഹോളി സ്പിരിറ്റ് ചെയ്തത്. ഒരാനന്ദമുള്ളവരായി സഹോദരങ്ങളെ, നമുക്ക് കൂടുതൽ കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കാം. ഈ തലമുറയിൽ വചനത്തിൻ്റെ മണവും നിറവും അഭിഷേകവുമുള്ള വ്യക്തികളായി നമുക്ക് മാറ്റപ്പെടാം. എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടോട്ടെ, നിങ്ങൾ ഈ വചനത്തെ മുറുകെ പിടിച്ചാൽ ഈ വചനത്തിന് നിങ്ങൾ രക്ഷിക്കാൻ പറ്റും. വചനം, സുവിശേഷം യേശു ക്രിസ്തുവാണ്. ഈ സത്യത്തിൽ പൂർണ്ണമായ ഹൃദയം ഉറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം എത്ര അത്ഭുതകരമാണ്. കർത്താവേ, അവിടുത്തെ സുവിശേഷത്തിൻ്റെ ശക്തി എത്ര ഉന്നതമാണ്. നമ്മൾ നേരത്തെ പാടിയില്ലേ, വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മ നിറവുണ്ട്. എന്താ വചനം പാടുന്നത്? വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. വചനം തരുന്ന ശക്തി ദിനംതോറും ദിനംതോറും കർത്താവിൻ്റെ സുവിശേഷം തരുന്ന ശക്തിയിൽ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ജീവിച്ച് ഈ ലോകത്തിൽ കർത്താവിൻ്റെ ധീര സാക്ഷികളായി നമുക്ക് മാറാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ